കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് പിള്ളെ. വെൽക്കം ടു പ്രസ്റ്റീജ് ആൻഡ് ഡിഷ് ഗോൾഡ് കോ പ്രസൻസ് ഒന്നെന്ന രുചി. റിഫ്രഷ്മെന്റ് പാർട്ണർ ഈസ്റ്റി, ബ്രേക്ക്ഫാസ്റ്റ് പാർട്ണർ മേജർ ഫുഡ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് പാർട്ണർ പിറ്റാപ്പള്ളി ഏജൻസീസ്. എന്നത്തെ പോലെ ഇന്നൊരു അതിഥിയുണ്ട്. ഇന്ന് ശരിക്കും ഒരതിഥിയല്ല, രണ്ട് അതിഥിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സി കേരളയിലെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഡാൻസ് കേരള ഡാൻസിൻ്റെ ഫൈനലിസ്റ്റായ സൂര്യയാണ്. സൂര്യയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ വിദ്യയുണ്ട്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു. സൂര്യ ആൻഡ് വിദ്യ, നമസ്കാരം. സൂര്യ ഇന്നിപ്പോൾ നിങ്ങളുടെ റിഹേഴ്സലിൻ്റെ ഇടയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ആരാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്? വിദ്യ എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത്? ഞാനൊരു വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ്, ഒരു ഈവനിങ് സ്നാക്സ് പോലെ. എവിടെ? നിങ്ങൾ സ്വദേശം പാലക്കാടാണ്? ഞങ്ങൾ പാലക്കാട്. അപ്പോൾ ഈ വൈകുന്നേരങ്ങളിൽ സ്നാക്സ് ആയിട്ട് കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുള്ളതാണോ? അതോ കഴിക്കാറുണ്ട്. റെസിപ്പിയാണ്? ആരാണ് പഠിപ്പിച്ചത് റെസിപ്പി? എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന റെസിപ്പിയാണ്. അത് ഞാനിപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്കായിട്ട് ഒരു പാലക്കാടൻ വെജിറ്റബിൾ കട്ട്ലറ്റാണ്. അപ്പം വിദ്യ ഇന്ന് ഫൈനലിസ്റ്റായ സൂര്യയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിടാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ ഇനി നേരെ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കാണിക്കുക. നമുക്കത് എങ്ങനെ ചുട്ടെടുക്കാം, അതിനോടൊപ്പം നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനുണ്ട്. കാരണം ഇവർക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് ഇവരുടെ ഒരു ഏറ്റവും നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവർ ഒരു കെട്ടല്ല, രണ്ടല്ല, 3 കെട്ട് കെട്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളോട് നമുക്ക് ചോദിക്കാൻ. അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പല കാര്യങ്ങളും ചോദിക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങ് എങ്ങനെ റെസിപ്പി തുടങ്ങിക്കൊള്ളു. ഓക്കെ, ആദ്യം നമ്മളൊരു ബൗളിലേക്കാണ് എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ അധികം വെജിറ്റബിൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. മെയിനായിട്ട് പൊട്ടാറ്റോ, മാഷ് ചെയ്ത പൊട്ടാറ്റോ. ഇതാണ് ആരാണ് ആദ്യമായിട്ട് ഉണ്ടാക്കി തന്നത്? അമ്മയാണോ? അമ്മയാണ്. ഈ സൂര്യ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിൽ സഹായിച്ചു തരുമോ? അത് ഡാൻസിൽ പുള്ളി ഭയങ്കരതാണ്. എന്തെങ്കിലും പാചകത്തിന് സഹായിക്കും? ഒരു സഹായവും ഇല്ല, ആ പരിസരത്തെ കാണാനില്ല. പ്രാക്ടീസ് ഈവനിങ് ആയിരിക്കും. ഓക്കെ, സോ ആ ടൈമിലായിരിക്കും ഇവിടെ നമ്മൾ ഓണിയൻസ് ചോപ്പ് ചെയ്ത്. അപ്പം ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഉപ്പിട്ട് വേവിച്ച് ഉടച്ചെടുത്തേക്കാണ്. അതിനകത്തോട്ട് കുറച്ച് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ ഉള്ളി ഇട്ടു. അടുത്തത് പച്ചമുളക്, ഗ്രീൻ ചില്ലി. അതെ, നമ്മളെ എരിവനുസരിച്ചിട്ട് ആവശ്യാനുസരണം നിങ്ങളുടെ എരിവനുസരിച്ചുള്ള പച്ചമുളക് ഇടാം. അപ്പം പൊട്ടറ്റോ ബോയിൽ ചെയ്തു, അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തു, മാഷ് ചെയ്തിട്ട് അതിലേക്ക് ചോപ്ഡ് ഓണിയൻ, ചോപ്പ് ഗ്രീൻ ചില്ലി. ഇനി നമുക്ക് കൊറിയാണ്ടർ ലീവ്സ്. ഇതും ഓപ്ഷണൽ ആണ്, ചിലവർക്ക് അതിന്റെ പാലക്കാടുകാർക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയില. എന്നിട്ട് നമ്മള് ജിഞ്ചർ ഗാർലിക് ഇവിടെ ക്രഷ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലാസ് ആണ് ആഡ് ചെയ്യാനുള്ളത്. ടർമറിക് പൗഡർ, ഈ ചില്ലി പൗഡർ. ഇതും അധികം എരിവ് വേണ്ട നമുക്ക്. മസാല മുളക് പൊടി ഇട്ടു. അടുത്ത് എന്താണ്? ഈ ഗരം മസാല ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും വളരെ കുറച്ച് മതി നമുക്ക്. സൂര്യ, ഈ പാലക്കാട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ഭക്ഷണങ്ങളാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പാലക്കാടൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. സൂര്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? പൊറോട്ട കഴിക്കും. അത് പാലക്കാട് ഭക്ഷണമൊന്നുമല്ല, അത് മലയാളിയുടെ എല്ലാ ഭക്ഷണമാണ്. പൊറോട്ടയുടെ ഒപ്പം നമുക്ക് ഈ സാലന ഒരു സംഭവം തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടും. അത് ഹോട്ടലിൽ പോയി കഴിച്ച കാര്യമല്ല പറഞ്ഞത്. വീട്ടില് ചിക്കൻ കറി തന്നെ മുത്തശ്ശി വെക്കുന്നത്. ചിക്കൻ കറി മീൻസ് മുത്തശ്ശി തമിഴ്നാട്ടിലുള്ള കൾച്ചറാണ്. അപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ചെറിയ കൾച്ചർ ഉണ്ട്. പക്ഷെ മലയാളികളാണ്. പക്ഷെ മലയാളം, തമിഴ് കേരളത്തിന്റെ ഇപ്പൊ കൊല്ലമായാലും തിരുവനന്തപുരം ആയാലും അവിടുന്ന് ആ ഒരു ഭാഗത്ത് തമിഴ് ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ പാലക്കാട് കോയമ്പത്തൂരായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അതെ, പണ്ട് ഞങ്ങള് വീട്ടില് കോഴി കാര്യങ്ങളൊക്കെ വളർത്തിണ്ടായിരുന്നു മുത്തശ്ശി ഉള്ളപ്പോ. പാലക്കാടൊക്കെ ഉള്ള കോഴിയുടെ പ്രത്യേകത, നാടൻ കോഴിക്കറിയൊക്കെ വെക്കുമ്പം അവർ തൊലിയോടുകൂടിയാണ് ആ ചിക്കൻ ഉണ്ടാക്കുക. മഞ്ഞളൊക്കെ വെച്ചിട്ട് സ്കിന്നൊക്കെ കത്തിച്ചിട്ട് അതിനെ വൃത്തിയാക്കിയിട്ട് ആ സ്കിന്നോട് മാത്രം പോയിട്ട് കരിച്ചിട്ട് മഞ്ഞളിട്ടൊന്ന് നന്നായിട്ട് കഴുകി 1 മണിക്കൂറോളം. നിങ്ങൾ പാലക്കാട് വീടുകളിലൊക്കെ പോയാലും ഇത് കിട്ടുള്ളൂ, ഹോട്ടലുകളിലൊന്നും അത് സാധാരണ കിട്ടാറില്ല. ഓക്കെ, മസാല ഇട്ടു, ഗരം മസാല ഇട്ടു, എല്ലാം ഇട്ടു. പിന്നെ റെഡി. ഇനി എന്താണ് ചെയ്യേണ്ടത്? നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ മിക്സ് ചെയ്ത് തരണം.
സൂര്യ, നിങ്ങളുടെ കല്യാണത്തിന്റെ വിശേഷം പറ. ഇതെന്താണ് ഈ 3 കെട്ടാനുള്ള സാഹചര്യം? ഇല്ല, അതൊന്നുമില്ല. ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. ഓക്കെ. സോ ഞങ്ങള് ഫസ്റ്റ് വീട്ടിൽ ആർക്കും അറിയാതെ തന്നെ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ രജിസ്റ്റർ മാരേജ് ചെയ്യണമെങ്കിൽ അമ്പലത്തിൽ നിന്ന് പത്രങ്ങൾ വേണമല്ലോ, കല്യാണം കഴിഞ്ഞു എന്നുള്ളതിന്റെ. അപ്പൊ അതിനുവേണ്ടി താലി കെട്ടി. അപ്പോ ആർക്കും അറിയാതെയാണല്ലോ. അപ്പോ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു? കൂട്ടുകാര്, എന്റെ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛന്റെ സപ്പോർട്ടിലാണ് ഞാൻ ധൈര്യത്തിൽ പോയത്. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞില്ലാതെ വരില്ലായിരുന്നില്ല. ഓക്കെ. അപ്പോ അവിടുന്ന് ആർക്കും അറിയില്ലല്ലോ. അപ്പൊ വിദ്യയുടെ വീട്ടിൽ പോണം. സോ താലി കെട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് അയക്കണം. അത് അയച്ചിട്ട് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയി. ഞങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അപ്പോൾ വീട്ടിലേക്ക് പോയി ഞാൻ ചോദിച്ചു. അപ്പോൾ അവിടെ കുറെ പ്രശ്നമായിട്ട് ഇവര് വിദ്യനെ എന്നോടൊപ്പം പറഞ്ഞയച്ചു. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞാൻ കോഴിക്കോട് പോയി രജിസ്റ്റർ ചെയ്തു. പാലക്കാട് നിന്ന് കോഴിക്കോട് പോയി. ശേഷമൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ അന്നത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് കേട്ടോണ്ടിരിക്കാനല്ല, കുക്കിയുടെ ചെയ്യണം. പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരെ വിളിച്ച ഒരാൾ കുക്ക് ചെയ്യാനും ഒരാൾ കഥ പറയാനാണ്. പറയും. എന്തായാലും കല്യാണം കൊണ്ടുവരുള്ളൂ വീട്ടിലേക്ക്. അപ്പൊ താലി കെട്ടാണ്ട് കൊണ്ടുവരണ്ട പറഞ്ഞു. അപ്പൊ അവിടെ താലി കെട്ടി. പക്ഷെ അത് കർക്കിടക മാസമായിരുന്നു. അപ്പൊ മുത്തശ്ശി കുറച്ച് ആചാരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് അയക്കാൻ പറഞ്ഞു. പിന്നെ ഒരു മാസം കഴിഞ്ഞ്, കർക്കിടക മാസം കഴിഞ്ഞ് ഒരു 5 days ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഒരു പ്രാവശ്യം കൂടി താലി കെട്ടി. അതാണ് ഫിക്സഡ്. അതാണ് അങ്ങനെ 3 തവണ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ സൂര്യ വിദ്യനെ സ്വന്തമാക്കി. ഇതെല്ലാം കഴിഞ്ഞു. അപ്പൊ ഈ ഡാൻസ് എങ്ങനെയാണ്? ഭയങ്കര ഇത് ചെറുപ്പം മുതലേ ആയിരുന്നു? എപ്പം മുതലാണ് ഡാൻസ്? അല്ല, ചെറുപ്പം മുതലേ ചോദിച്ചാൽ ഈ സ്കൂൾസിലെ കളിക്കണേ. സ്കൂൾസിൽ പറഞ്ഞാൽ ഈ ആനുവൽസ് അങ്ങനെ വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കളിക്കണേ. പിന്നെ പ്രൊഫഷണൽ ആയിട്ട് ഇങ്ങനെ ഒരു മത്സരത്തിൽ ഇത്രയൊക്കെ വരാനായിട്ട് ഏത് ഏജിലാണ്? അല്ല, അങ്ങനെയൊന്നും ആയിരുന്നില്ല സംഭവം. ഞാൻ ഡാൻസ് നിർത്തിയതായിരുന്നു. ഒരു ഡാൻസ് കണ്ടിട്ടാണോ ഇഷ്ടപ്പെട്ടത്? ഞങ്ങൾ ആക്ച്വലി ഡാൻസ് പഠിക്കാൻ ഒരുമിച്ച് പോയ ആൾക്കാരാണ്. അങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെടും. ഡാൻസിൽ ആരെങ്കിലും ഗുരു? തനിയെ പഠിച്ചതാണ്, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്ന ഒരാളാണ്. അപ്പം ആ രീതിയിൽ നിങ്ങളൊക്കെ ട്രെയിൻ ചെയ്തില്ലെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള അവസരങ്ങൾ പണ്ടുള്ളതിനെക്കാട്ടിൽ 100 കണക്കിന് അവസരങ്ങളാണ് മുന്നിലുള്ളത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ടാലൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മടി പിടിക്കാതെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക. സൂര്യയുടെ കണക്ക് ഫൈനലിസ്റ്റ് ആവാം. അതുപോലെ വിജയിക്കാൻ നമുക്കിപ്പോൾ പറയാം, മത്സരം കഴിയട്ടെ എന്നിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതായി. ഇനി നമ്മളിത് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പില്. ഓക്കെ, ഏതാണ് ഒരു നിങ്ങളിപ്പോ ഇത്ര ഒരു യുവ മിഥുനങ്ങളായതുകൊണ്ട് ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റും? സാധാരണ അതിനൊരു അച്ചൊക്കെ ഉണ്ട്. സാധാരണ ഹാർട്ട് ഷേപ്പിലൊക്കെ ഉള്ള കട്ട്ലറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. കൈ വെച്ച് പറ്റുന്ന രീതിയിലായിക്കോട്ടെ. ഇപ്പൊ ഏത് രീതിയിൽ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്? റൗണ്ടാണ് പ്ലാൻ ചെയ്തത്. ട്രൈ ചെയ്ത് നോക്കാം, ഒരു ഹൃദയം വെച്ച്. ഇവരുടെ ഒരു റെസിപ്പി പാലക്കാട് സിമ്പിൾ റെസിപ്പിയാണ്. ഇനി അത് ക്രംസിൽ കോട്ട് ചെയ്യണം അല്ലേ? അത് ചെയ്തോളൂ. ചെയ്തിട്ട് അതിനു മുന്നേ നമ്മള് കോൺഫ്ലവറിന്റെ ഒരു സ്ലറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്യാം. അപ്പോൾ ആ ഒരു കോൺഫ്ലവറിനകത്ത് മുക്കി കട്ട്ലറ്റ് കറക്റ്റായിട്ട് എല്ലാ വശവും മുക്കി ആ ബ്രെഡ് ക്രംസ് എല്ലാ വശങ്ങളിലും ഉരുട്ടി ഷേപ്പാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി അത് പൊരിക്കാനായിട്ട് എണ്ണ ചൂടാക്കാം. നോർമൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. സൂര്യ, അങ്ങനെ ഇനി ഡാൻസിൻ്റെ നിങ്ങൾ ഇത് എത്ര ദിവസമായി ഈ ഒരു ഷോ തുടങ്ങിയിട്ട്? 6 months ആയി. അപ്പോൾ എത്ര പേരായിരുന്നു ആദ്യം പോലെ ഉണ്ടായിരുന്നു? ഓഡിഷൻസ് കുറെ പേരുണ്ട്. 1000 എബോവ് ഉണ്ടായിരുന്നു. 1000 നിന്നാണ് വന്നേക്കുന്നത് അല്ലേ? 1000. പിന്നീട് എത്ര ഫൈനൽ? പിന്നെ ഫൈനലില് 18 പേരായി. 18 പേരിൽ നിന്ന് ഇപ്പൊ എത്ര പേരായിട്ട് വന്നു? 5 പേര് അവസാനം. സൂര്യയുടെ കൂടാരാണ്? എന്റെ ഫ്രണ്ട് നിഖിലുണ്ട്. നിഖിൽ അവിടുത്തെ നാട്ടുകാരൻ തന്നെ? എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്. നിങ്ങൾ ചെറുപ്പം മുതലേ അറിയാം? ചെറുപ്പം മുതലേ. രണ്ടുപേർക്കും ഡാൻസ് ഇഷ്ടമായിരുന്നു? 2 പേർക്കും ഇഷ്ടമായിരുന്നു. അത് കൊള്ളാം. അപ്പൊ പുള്ളി അദ്ദേഹത്തിന്റെ അടുത്തൊരു ഹൈ പറയാണ്, എല്ലാം ഓക്കെ ആയിട്ട് നിൽക്കില്ല. എണ്ണ ചൂടായി. അപ്പൊ കട്ട്ലറ്റ് പൊരിക്കാനായിട്ട് നിങ്ങൾക്ക് പൊരിക്കാം. ഇത് അങ്ങനെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്ത്
അപ്പോൾ ഇത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മളിത് ടേസ്റ്റ് ചെയ്യാം അല്ലേ? ചൂടോടുകൂടി തന്നെ ടേസ്റ്റ് ചെയ്യാം. ചായ ഇല്ല, നേരത്തെ പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ടൊരു ചായയും കൂടെ ഉണ്ടാക്കിയിരിക്കുക. നോക്കണ്ട, നിങ്ങൾ വലിയ റോക്കറ്റ് സൈസ് ഒന്നും അല്ല, എല്ലാവരും ഉണ്ടാക്കുന്ന കട്ട്ലറ്റാണ്. അടിപൊളി, സൂപ്പർ. നമ്മുടെ ഒന്നൊന്നര രുചിയിൽ വിദ്യയും സൂര്യയും വന്നു. നിങ്ങൾക്കായിട്ടൊരു കട്ട്ലറ്റ് ഉണ്ടാക്കി. ഇന്ന് അവരുടെ ലൈഫിലെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അവരുടെ ജീവിതത്തിലെ ഒരു വലിയൊരു മത്സരത്തിലേക്ക് പോകുന്ന അദ്ദേഹം ഇത്രയും നാൾ 6 മന്ത് പ്രാക്ടീസൊക്കെ ചെയ്ത് അവരൊരു 5 പേരിൽ ഫൈനലായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രേക്ഷകരുടെയും ഒരു പ്രാർത്ഥന ഉണ്ടാവട്ടെ, അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അത് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടെ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഞാനൊരു ഗിഫ്റ്റ് കൂടെ. അപ്പോൾ നമ്മുടെ ഡാൻസ് കേരള ഡാൻസ് സീസൺ 2 ഫൈനലിസ്റ്റ് ആയിട്ടുള്ള 5 പേർക്കും ഒന്നൊന്ന് രുചിയുടെ ഒരു വലിയ ആശംസകൾ തരുന്നു. എല്ലാവരിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. പ്രത്യേകിച്ച് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കി തന്ന സൂര്യയ്ക്കും വിദ്യയ്ക്കും താങ്ക് യു. ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു ഫ്ലിപ്പ് ഓൺ പ്രഷർ കുക്കറാണ്. ഇനി ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഇതേപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കി ഇതിനകത്ത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച്. നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു റെസിപ്പി, എൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. കുറേ നോൺ വെജുകളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ വീണ്ടും ഒരു വെജിറ്റേറിയന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചൊരു മെഴുക്ക് പുരട്ടി, ഒരു സ്പെഷ്യൽ മെഴുക്ക് പുരട്ടി. അപ്പോൾ ഇതിനകത്ത് ഇന്ന് 2 തരം വഴുതനങ്ങയും വെണ്ടയ്ക്കയും അതുപോലെ അമരക്കയും കൂടെ ചേർന്നിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. മെഴുക്ക് പുരട്ടിയുടെ മസാലയൊക്കെ അറിയാം. ചുവന്നുള്ളിയും ചെറിയ ഉള്ളിയും വത്തൽ മുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. ക്രഷ് ചെയ്തിട്ട് നമ്മൾ താളിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് കാണാം. ഇതാണ് അതിൻ്റെ ഒരു മസാല. 2 3 ചുവന്നുള്ളി, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചുവന്നുള്ളി എടുക്കുക. അതിനോടൊപ്പം വത്തൽ മുളകും വെളുത്തുള്ളിയും കൂടെ മിക്സിക്കകത്ത് ഒന്ന് ക്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ഇടിച്ച് പോലും ഇടിച്ച് വേണമെങ്കിലും ചതച്ചായാലും എടുത്ത് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പം അത് നമ്മൾ നേരെ കുക്കിങ്ങിലേക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വഴുതനങ്ങയൊക്കെ ചെറുതായിട്ട് പച്ച വഴുതനങ്ങ നീളത്തിൽ കീറിയിട്ടുണ്ട്. അതുപോലെ സാധാരണ പിങ്ക് വഴുതനങ്ങ, റൗണ്ട് വഴുതനങ്ങയും കട്ട് ചെയ്തിട്ടുണ്ട്. വെണ്ടയ്ക്കയും അമരക്കയും. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോകാം. പച്ചക്കറികൾ, നമുക്ക് ഒരുപാട് പച്ചക്കറി, കേരള പച്ചക്കറികളിൽ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാം. ഈ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ തോരൻ, പൊരിയൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു തോരനാണ്. അതിനകത്ത് തോരൻ പരിപ്പൊക്കെ ഇട്ടിട്ടാണ് കടുക്കടിക്കുക. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ അത് കടുകിട്ടിട്ട് ചെറിയ ഉള്ളി ഇട്ടിട്ട് തേങ്ങയും ജീരകവും കൂടെ വെച്ചിരുന്നു. അപ്പോൾ ഇത് തേങ്ങ ചേരാത്ത പച്ചക്കറികൾ ജസ്റ്റ് സോട്ട് ചെയ്ത് കഴിക്കുക. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് പച്ചക്കറിയെ ജസ്റ്റ് ആവിയിലൊന്ന് സ്റ്റീം ചെയ്തെടുത്ത് അതിനോടൊപ്പം തന്നെ എണ്ണയിലൊന്ന് പാൻ ഫ്രൈ ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ ആ പച്ചക്കറിയുടെ സ്വാദ് അതുപോലെ തന്നെ കിട്ടും. അപ്പോൾ എണ്ണ ചൂടായി, ലേശം കടുകിട്ടൊന്ന് പൊട്ടിക്കും. കടുക് പൊട്ടി, കുറച്ച് ചുവന്നുള്ളി, അതിനോടൊപ്പം വഴുതനങ്ങ ഇടുകയാണ്. അമരയ്ക്ക, അതിനോടൊപ്പം വെണ്ടയ്ക്ക, പച്ചക്കറി വാടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ലേശം മഞ്ഞൾപ്പൊടി, പച്ചക്കറി ഒന്ന് വാടിക്കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ ഈ മസാല, മെഴുക്ക് പുരട്ടിയുടെ മസാല, വത്തൽമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അത് പച്ചക്കറി വെച്ചൊന്ന് മൂടി വെക്കുകയാണ്.
തോരനായിക്കോട്ടെ, അവിയലായിക്കോട്ടെ, അല്ലെങ്കിൽ മെഴുക്കുവരട്ടി ആയിക്കോട്ടെ, നമ്മൾ ഈ അരപ്പ്, തേങ്ങയുടെ അരപ്പ് എപ്പോഴും പച്ചക്കറിയുടെ നടുക്കിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവിയിലേക്ക് ഈ മസാല കയറുകയും പച്ചക്കറിയിലെല്ലാം ഒരേപോലെ അതിൻ്റെ ഒരു ഫ്ലേവർ എല്ലാം പച്ചക്കറിയിലേക്ക് എത്തും. അപ്പോൾ ഇതിങ്ങനെ ലോക്ക് ചെയ്ത് മസാല ഇങ്ങനെ വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. പച്ചക്കറികൾ കൂടുതൽ ഭക്ഷണത്തിൽ നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കുമ്പോൾ എപ്പോഴും ഒരു ബാലൻസ് ആയിട്ട് ഏതെങ്കിലും ഒരു പച്ചക്കറി സൈഡായിട്ട് നമ്മുടെ പണ്ട് തൊട്ടേ കേരളത്തിലുള്ളതാണ്. ഒരു തോരൻ, അല്ലെങ്കിൽ ഒരു പൊരിയൽ, അല്ലെങ്കിൽ ഇതേപോലെ മെഴുക്ക് പുരട്ടിയൊക്കെ. ആ മസാല അതിനകത്ത് കറക്റ്റായിട്ട് ഫ്ലേവറായിട്ട് പിടിച്ചു. ഇതൊക്കെ ഒരു 2 to 5 മിനിറ്റ്സ് മാക്സിമം കൊണ്ട് പച്ചക്കറികളൊക്കെ വേവും. ഒരുപാട് വേവിക്കേണ്ട കാര്യമില്ല. ആ ക്രഞ്ചിനെസ് കിട്ടും. കാരണം വെണ്ടയ്ക്കയും വഴുതനയൊക്കെ ആവിയിലൊന്ന് തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കട്ടി കുറഞ്ഞ് മാറതവുമാവും. അപ്പോൾ അത് ഒരുപാട് കുക്ക് ചെയ്യാണ്ട് കഴിക്കാൻ പറ്റിയ ഒരു ഷാലോ ഫ്രൈഡ്, സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കേരള രൂപമാണ് നമ്മുടെ മെഴുക്ക് പുരട്ടി. ഇതാണ് ആ മെഴുക്ക് പുരട്ടിയുടെ പരുവം. അതിൻ്റെ മെഴുക്കുവരട്ടിയുടെ മസാലയൊക്കെ കഷ്ണങ്ങളായി. ആ കഷ്ണങ്ങളെല്ലാം അതേപോലെ അതിൻ്റെ ഷേപ്പിലുണ്ട്. വഴുതനങ്ങ അതേ വാടി കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. വെണ്ടയ്ക്ക ഉൾപ്പെടെ എല്ലാം വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പച്ചക്കറികൾ കിട്ടിക്കഴിഞ്ഞു. കുക്കിങ്ങിനൊരു പരുവമുണ്ട്. ആ പരുവം എന്താണെന്ന് തിരിച്ചറിയുന്നതാണ് ശരിക്കും ഒരു കുക്ക് അല്ലെങ്കിൽ ഒരു ഷെഫിൻ്റെ കടമ. ഓരോ വീട്ടമ്മ ആയിക്കോട്ടെ, ഒരു ചിക്കൻ 10 മിനിറ്റ് കുക്ക് ചെയ്യാം, 15 മിനിറ്റ് കുക്ക് ചെയ്യാം, 20 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ 12 മിനിറ്റാണ് കുക്കിങ്ങിൽ. ആ കുക്കിങ്ങിൻ്റെ ടൈം എപ്പോഴാണെന്ന് അറിയാം. എരിവിൻ്റെ അളവ് പോലെ. എരിവ് ഇപ്പോൾ നമ്മൾ 1 to 10 ആണ് മാക്സിമം. ഓരോ ഇൻഗ്രീഡിയൻസിനെയും നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ നമുക്ക് കുക്കിംഗ് കൂടുതൽ ആസ്വദിക്കാൻ പറ്റും. അപ്പം എൻ്റെ അളവിൽ ഈ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അടിപൊളി റെസിപ്പിയൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു സോ. ഹലോ, ഞാൻ അൻസില മനാഫ്, ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കൂന്തൽ വെച്ചിട്ടൊരു തോരനാണ്. അത് വെറും തോരനല്ല, കൂന്തൽ വേപ്പില തോരനാണ്. നമുക്കൊരു പാൻ വയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് കൂന്തലൊന്ന് വേവിച്ചെടുക്കാം. അതിന് ഒരു പാൻ വെച്ചിട്ടുണ്ട്. കൂന്തലിനെ ഇതിലിട്ടിടുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വേപ്പിലാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 2 പച്ചമുളക് രണ്ടായിട്ടൊന്ന് കീറിയെടുത്താണ്. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇത് നമുക്ക് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൂന്തലൊന്ന് വേവിക്കാനാണ് വെച്ചേക്കുന്നത്. അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, വേപ്പില ചേർത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഇത്രയും ചേർത്താണ് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. കൂന്തലിൽ ഒരുപാട് വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മളിത് ഇങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ വളരെ കുറച്ച് ചേർത്താൽ മതി. ഈ വെള്ളം ഒന്ന് തിളച്ച് വറ്റണം, അതാണ് അതിൻ്റെ ആ ഒരു കണക്ക്. അപ്പോഴത്തേക്ക് കൂന്തൽ വെന്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇത് നമ്മൾ തേങ്ങയും കുരുമുളകും വേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ഒതുക്കിയെടുത്തിട്ടുള്ളതാണ്. ഒത്തിരി അരയണ്ട. ഈ ഒരു പരുവത്തിന് നമ്മളിത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം നമുക്കിത് ചെറിയ തീയിലൊന്ന് അടച്ച് വയ്ക്കാം. അപ്പം നമ്മളിതിൽ തേങ്ങയും കുരുമുളകും പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും എല്ലാം കൂടി തേങ്ങയിൽ ഒതുക്കി ആ കൂന്തലിലോട്ട്, വേവിച്ച കൂന്തലിലോട്ട് ചേർത്ത്
അതൊക്കെ ഒരു മിക്സായി നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൂന്തൽ താളിക്കാനായിട്ട് ഒരു പാൻ വയ്ക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. നമ്മൾ ആദ്യം ഇതിനകത്തോട്ട് കറിവേപ്പില ഒന്ന് കുറച്ച് വറുത്തെടുക്കണം. വേപ്പില ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം. ബാക്കി എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, കുറച്ച് ഉണക്കമുളക്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. ഇത് നമ്മൾ ഈ കൂന്തലിൻ്റെ മിക്സിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ വറുത്ത് വെച്ച് ഈ കറിവേപ്പില സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കൂന്തൽ വേപ്പില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അൻസു, കൂന്തലൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് സ്ഥലത്തൊക്കെ ഇട്ട് പറയാം. ഓക്കെ, ഒന്നാം തരം അടിപൊളി ഡിഷാണ്. താങ്ക് യു സുലു, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു.